എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചായപ്പലഹാരമാണ്. നമ്മുടെ വീട്ടിൽ നിത്യമുള്ള ഒന്നാണ് ഗോതമ്പ് പൊടി. ഗോതമ്പ് പൊടി വെച്ചിട്ട് അധികം ചേരുവകളൊന്നും തന്നെ ചേർക്കാതെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു പലഹാരം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപോലെ തന്നെ കഴിക്കാൻ ഇഷ്ടപ്പെടും. അപ്പൊ നോക്കിയാലോ എങ്ങനെയാണ് ഈസി ആയിട്ട് നല്ലൊരു ചായപ്പലഹാരം നമ്മുടെ വീടുകളിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വലിയൊരു ലൈക്ക് തരാനും ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് ചായപ്പലഹാരം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു പാത്രം എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് 2 കപ്പ് അളവില് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഗോതമ്പ് പൊടിയിലേക്ക് അരമുറി നാളികേരം തിരുമിയത് ചേർക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കാം. ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് ഒരു 3 സ്പൂൺ അളവില് പഞ്ചസാര കൂടെ ചേർക്കാം. നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ശർക്കരയും എടുക്കാവുന്നതാണ്. 1 സ്പൂൺ അളവില് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഏലക്കപ്പൊടി കൂടെ ചേർക്കണം. ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നല്ല പോലെ കൈകൊണ്ട് ഒന്ന് തിരുമിയാണ് കുഴച്ചെടുക്കേണ്ടത്. നമുക്കിത് ഉരുട്ടിയെടുക്കുന്ന ഒരു പാകത്തിലാണ് പൊടി കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും കൂട്ടി കുഴച്ചെടുക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ നല്ലൊരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് നമ്മുടെ വീട്ടിലെ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഞാനിവിടെ നമ്മുടെ പൊടി ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പൊടി കുഴച്ചെടുക്കാനായിട്ട് ഒന്നുകൂടെ സോഫ്റ്റ് ഒക്കെ ആക്കി ആണ് ഇഷ്ടമെങ്കിൽ നല്ല വെട്ടി തിളക്കുന്ന വെള്ളം ഒഴിച്ച് വേണം പൊടി കുഴച്ചെടുക്കാനായിട്ട്. പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കരുത്. ഞാനിപ്പോൾ പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇതിലേക്ക് പൊടി കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരു നുള്ളു ബേക്കിംഗ് സോഡ കൂടെ ചേർക്കാം. ചപ്പാത്തി പരുവത്തില് മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് ഉരുട്ടി നോക്കുമ്പോൾ ഉരുണ്ട് വരുന്ന പാകമാണ് നമുക്ക് വേണ്ടത്. ബോൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ചേർത്തിട്ടുള്ള വെള്ളത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവാണ്. കുഴച്ചെടുത്തിട്ടുള്ള പൊടി നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി മാറ്റി വയ്ക്കാം. നിങ്ങൾ നല്ല തിളച്ച വെള്ളത്തിലാണ് പൊടി കുഴച്ചെടുക്കുന്നതെങ്കിൽ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു 15 മിനിറ്റ് നേരം മൂടി വെച്ച നമ്മുടെ മാവ് ഞാനിവിടെ തുറന്നു നോക്കുവാണ്. ഇനി നമുക്ക് നമ്മുടെ കൈ ഒന്ന് നനച്ചതിന് ശേഷം ഈ ഒരു മാവിനെ ചെറിയ ചെറിയ ബോൾസുകളായിട്ടൊന്ന് മാറ്റാം. നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കണം. അധികം വലിയ ബോളായിട്ട് ഉരുട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞു കുഞ്ഞു ബോളാക്കി എടുക്കുന്നതാണ് നല്ലത്. ആദ്യ ബോൾ ഉരുട്ടിക്കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് പഴം ഒക്കെ ചേർത്ത് കുഴച്ചെടുക്കാനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന പലഹാരമാണ്. അതുപോലെ നമ്മുടെ വീട്ടിൽ നിത്യവും പഴവും ഉണ്ടാകണമെന്നില്ല. ഇനിയിപ്പോൾ ഞാൻ വളരെ കുറഞ്ഞ അളവിലാണ് മധുരം ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ മധുരം ചേർക്കാനാണ് താല്പര്യമെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ മധുരം ചേർക്കാൻ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് നല്ല മധുരത്തിൽ കഴിക്കാനാണ് താല്പര്യം. അങ്ങനെ നമ്മുടെ ബോളെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. നമുക്ക് ഒരുപാട് വെള്ളം എല്ലാം കൂടി പോവുകയാണെങ്കിൽ ഇതുപോലെ ഉരുട്ടിയെടുക്കാനൊന്നും സാധ്യമാകൂല. വെള്ളത്തിന്റെ അളവുകൾ കുറച്ച് വേണം നമുക്ക് ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കാനായിട്ടും. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇതിനായിട്ട് ചുവട് കെട്ടിയുള്ള അയൺ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് വറുത്തെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിട്ടുള്ള ഓരോ ബോളും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം. എണ്ണയിലേക്ക് വറുക്കാൻ ഇട്ട് കൊടുക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിലായിരിക്കണം. അതിനുശേഷം കുറഞ്ഞ തീയിൽ വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട്. ആദ്യ തവണ വറുക്കാനിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 2-3 തവണകൾ കൊണ്ടാണ് വറുത്തെടുക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ആദ്യ തവണ ഞാനിവിടെ വറുക്കാനിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഫുൾ ഫ്ലെയിമിലാണ്. ഇനി നമുക്ക് ആ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. താഴെ ഭാഗം ഒന്ന് മുരിഞ്ഞു തുടങ്ങിയാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ എല്ലാ ബോളും ഞാനിവിടെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചായപ്പലഹാരമാണ്. കുറഞ്ഞ ചേരുവയിൽ എങ്ങനെ നല്ലൊരു പലഹാരം തയ്യാറാക്കി എടുക്കാനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൂടെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. താഴെ ഭാഗവും മുകൾ ഭാഗവും ഒക്കെ ചെറുതായിട്ടൊക്കെ മുരിവായി വന്നിട്ടുണ്ട്. അതുപോലെ പലഹാരത്തിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്ക് ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഈ ഒരു പലഹാരം പുറമേ ഒക്കെ നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ്. നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പമൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഈ ഒരു മഴക്കാലത്ത് വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അങ്ങനെ ഇപ്പോൾ
കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിനി ഫുൾ ഫ്ലെയിം ഇട്ട് വെച്ച് കൊടുത്ത് ഇതൊന്നും കൂടെ നല്ല മെറൂൺ കളറിലേക്ക് ആക്കിയെടുക്കാം. ഒന്നും കൂടെ കളർ ചേഞ്ച് ആയി വരാനുണ്ട്. ഇപ്പോൾ നല്ല ഗോൾഡൻ കളറിലേക്ക് നമ്മുടെ പലഹാരം ആയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലൊരു പരുവമായാൽ പിന്നെ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ആദ്യ പലഹാരം എണ്ണയിൽ നിന്നും കോരി മാറ്റിയാൽ പിന്നെ അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ മൊരിയിച്ചെടുക്കാം. അധികമൊന്നും എണ്ണ കുടിക്കാതെ ആർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചായ പലഹാരം ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ അടുത്ത പലഹാരവും ഞാനിവിടെ എണ്ണയിൽ നിന്നും വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിതും ഇതേ പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. അങ്ങനെ വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ തനി നാടൻ ചായ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ള കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കാണുമ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോകൾ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പലഹാരത്തിന്റെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾ ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിക്കുന്നു. അപ്പോൾ ഇനി നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് ഓടി വരാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.